അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിനു അടിമാലി, ധർമ്മജൻ, മഞ്ജു മറ്റേ ബിഗ് ബോസിലെ അവരെ ഫുൾ നെയിം എനിക്ക് അറിയില്ല. അവരൊരു പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രോളന്മാർ ട്രോളുന്നതിനെക്കുറിച്ചും, അതായത് നമ്മളെ ബിനു അടിമാലിനോടാണ് ചോദിക്കുന്നത്. ബിനു അടിമാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബോഡി ഷേമിങ് കോമഡിയുടെ മഞ്ഞനാണ്. അത്രയും വൃത്തികെട്ട രീതിയിൽ ബോഡി ഷേമിങ് കോമഡികൾ നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ നിലവാരം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ആ സ്റ്റാർ മാജിക്കിൽ ബോഡി ഷേമിങ് കോമഡി കൊണ്ട് ജീവിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രാവശ്യം എയറിൽ പോയിട്ട് ഇപ്പോൾ പുള്ളിയോട് ഈ ട്രോളർമാരെ എടുത്തിട്ട് എയറിൽ കയറ്റിയതിനെ കുറിച്ചുള്ള അനുഭവം ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ ഈ ബോഡി ഷേമിങ് കോമഡികളെ ന്യായീകരിക്കുന്ന രീതിയിൽ പുള്ളിയുടെ ട്രോളിനെ കുറിച്ചും ഒക്കെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു വന്നിട്ട് അതിൽ ഒരു സംഭവ ബഹുലമായി ആ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊന്ന് കാണാം. എന്തൊക്കെയാണ് ബിനു അടിമാലി ഈ എയറിൽ കയറിയതിനെ കുറിച്ചും ഈ ബോഡി ഷേമിങ് കോമഡികൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ ന്യായീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തകരോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കലാകാരന്മാരെല്ലാവരും ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നാലായിരിക്കും ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതി പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. 5 വർഷമായി സ്റ്റാർ മാജിക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓരോ ഷോകളും, ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. അപ്പം നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ. അപ്പോൾ ചേട്ടൻ ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് കിട്ടിയ ഹറാസ്മെൻറ്റും എയർ കയറ്റിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ പുള്ളി പറയാണ് നമ്മൾ പാവപ്പെട്ട ഓരോ കലാകാരന്മാരും ഉയർന്നു വരുന്നത് താഴെ തട്ടുന്ന ഉയർന്നു വന്ന് എത്തിയ കലാകാരന്മാർ കുറേ പേരുണ്ട്. എല്ലാവരും അംഗീകരിക്കണം, എല്ലാവരും ഹാർഡ് വർക്ക്. ഒരിക്കലും സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ എത്തിയ പൊസിഷൻ എന്തും ആയിക്കോട്ടെ, അവിടെ എത്തിയ ഒരു കലാകാരന്മാരും മോശക്കാരല്ല, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചിട്ട് അവരവരുടെ പൊസിഷനിൽ എത്തുമ്പം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാകുമ്പം, അയാളൊരു TV പ്രോഗ്രാമിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷോ നടത്തുമ്പം, ഈ പുള്ളി പറഞ്ഞു ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ദുഃഖങ്ങളെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടേതായ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ് നമ്മൾ കണ്ടത്. പക്ഷേ പുള്ളി ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ബോഡി ഷേമിങ് കോമഡി ഉണ്ട്, ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ബോഡി ഷേമിങ് ആയിട്ട് ചെയ്യുന്നതല്ല, ബോഡി ഷേമിങ്ങേ ഉള്ളൂ. ബോഡി ഷേമിങ് ആയിട്ട് പുള്ളി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയുമ്പോൾ അയാൾക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല എന്ന് പറയുന്നതാണെങ്കിൽ, ഓപ്പോസിറ്റ് ഒരു എന്നെപ്പോലെ മെലിഞ്ഞ ഒരാളാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ പുള്ളിയെ മെലിഞ്ഞ് ശരീരം കടഞ്ഞ് ഉള്ളതിനെ സംബന്ധിച്ചൊരു കോമഡി പറയുമ്പോൾ, ഞാനൊരു TV ഷോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട്. ആ ഷോ എൻ്റെ ഫാമിലിയുടെ കൂടെയോ ആളുകളുടെ ഇടയിൽ നിന്നോ ഞാനിപ്പോൾ ആ ഷോ കാണുവാണ് TV യിൽ അല്ലെങ്കിൽ മൊബൈലിലെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ മെലിഞ്ഞ ഒരാളെ കളിയാക്കുന്ന രീതിയിൽ കോമഡി വരുമ്പം ഇൻഡയറക്റ്റായിട്ട് എനിക്ക് എന്നെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ഞാൻ ഉള്ളിലിഞ്ഞിരിക്കാറ്. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഷോ സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ചാനൽ മാറ്റാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഇങ്ങനോട് പറഞ്ഞ് മനസ്സിലായി. കോമഡി ചെയ്യുന്ന ഇപ്പോഴുള്ള മാറിയ കാലങ്ങൾ കാണും. ഇപ്പോൾ എത്ര കോമഡി സിനിമകൾ വന്ന് ഈ ബോഡി ഷേമിങ് കോമഡികളല്ലാതെ നല്ല രീതിയിലുള്ള കോമഡി സിനിമകളിലൂടെ എത്ര വിജയിച്ച്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് 100% പിടിക്കണം എല്ലാ ക്യാരക്ടേഴ്സ് എന്നല്ല പറയുന്നത്. പക്ഷേ പേഴ്സണൽ ഒരു വ്യക്തിയുടെ ശരീരത്തെയോ രൂപഘടനയോ വെച്ച് കോമഡി ഉണ്ടാകുമ്പോൾ അതേ രൂപഘടനയും അതേ ശരീരപ്രകൃതിയുള്ള ഒരുപാട് പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല, ബാക്കി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് എന്തെല്ലാം രീതിയിലാണ് പുള്ളി അതിനെ ന്യായീകരിക്കുന്നത്. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പ്രകൃതി വരെ പല റൂട്ടിലൂടെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത്
വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കീറി മുറിക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു പണ്ട്. ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര സിനിമകൾ ഹിറ്റ്. അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം. അപ്പം തന്നെ ലാലേട്ടനെയും പഴയ സിനിമകളെയൊക്കെ കൂട്ടുപിടിച്ച് പഴയ ഈ സിനിമ ഇപ്പം ഈ പറയുമ്പോൾ തന്നെ പുള്ളി പ്രകൃതി മാറി, കാലങ്ങൾ മാറി, രോഗം വന്ന്, എന്തൊക്കെ വന്നു, ലോകത്ത് കുറേ മാറ്റങ്ങൾ വന്ന്. അത് തന്നെ ചോദിക്കുന്നത്. നാട്ടിലും ലോകത്തിലും വേൾഡ് വൈഡ് ഗ്ലോബലി തന്നെ കുറേ മാറ്റങ്ങൾ വന്ന് നമ്മുടെ സിനിമ കാഴ്ചപ്പാട് മാറി, സിനിമ എടുക്കുന്ന രീതി മാറി. എന്നിട്ട് ഇപ്പോഴും പുള്ളി പഴയ മോഹൻലാൽ പറഞ്ഞ കോമഡിയും പഴയ ഇതൊന്നും ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പഴയ ഓഡിയൻസ് അല്ല ഇപ്പോൾ, പഴയ രീതികളല്ല. ഇപ്പോഴും മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയ നടൻ പോലും ബോഡി ഷേമിങ്ങോ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സോ ആയ രീതിയിൽ എന്തെങ്കിലും ഒരു കോമഡി ഒരു സിനിമയിൽ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമ എടുക്കുക, അതിൽ എത്രമാത്രം ബോഡി ഷേമിങ്, സ്ത്രീവിരുദ്ധ ഇതൊക്കെ ഉണ്ട്. അതിനെ പിടിച്ച് ഏറെ കയറ്റിയില്ലേ? അത് മോഹൻലാലാണ് അഭിനയിച്ചത്, അതുകൊണ്ട് അതിനെ ഏറെ കയറ്റണ്ട, അതിനെ ന്യായീകരിക്കാം, അതിനെ ന്യായീകരിക്കാൻ അതിലെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ നിന്ന ഒരിക്കലും ഇല്ല. പ്രകൃതി മാറി, എല്ലാം മാറി. ഇങ്ങേരുടെ ബോഡി ഷേമിങ് കോമഡികൾക്കും ഇങ്ങേരുടെ രീതിക്കും മാറിയില്ല. മാറ്റാൻ പറ്റില്ലല്ലോ, അതേയല്ലേ അറിയൂ. സ്വയം കുറേ സിനിമകൾ കണ്ടിട്ട് പുതിയ രീതിയിലുള്ള സിനിമയിൽ പുതിയ രീതിയിലുള്ള കോമഡികൾ എങ്ങനെ വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ട് ഷോസും സിനിമയും ചെയ്യേണ്ടത് ആള് പഴയ ബോഡി ഷേമിങ് കോമഡികളെ എനിക്കറിയൂ. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ ആരും എന്നെ കളിയാക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം ദുഃഖങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഹേർട്ടാവുന്നതിനെ കുറിച്ച് ഈ ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി ചിന്തിക്കുന്നില്ലേ? അതെന്താ ചിന്തിക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇതേ പരിപാടിയിൽ മറ്റേ മഞ്ജു എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, അവർ ബിഗ് ബോസിലൊക്കെ നമുക്കറിയാം മറിമായത്തിലുണ്ടായിരുന്നു. അവർ ഇതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്കത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. കേട്ടല്ലോ, ഇതാണ് പറഞ്ഞത്. ഇവർ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലുള്ള ബോഡി ഷേപ്പിംഗ് കോമഡികൾ ചെറുപ്പം മുതൽ കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പം അവരെ മുന്നിൽ ചിരിച്ച് കാണിച്ചാൽ ഉള്ളിൽ വിഷമിച്ച് തന്നെ ഇരിക്കുന്നത്. ഇതെനിക്കറിയാം. എന്നെപ്പോലെ ഒരുപാട് പേര് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേര് റെപ്രസെൻ്റ് ചെയ്ത് പുറത്തിരിപ്പുണ്ട്. അപ്പം എൻ്റെ ബോഡി സ്ട്രക്ചറുള്ള ഒരാളല്ലേ വേറൊരാളുടെ ബോഡി സ്ട്രക്ചറോ നിറത്തിലോ ഉള്ള ഒരാളെ വെച്ചിട്ട് ഒരു ബോഡി ഷേപ്പിംഗ് കോമഡി ഉണ്ടാകുമ്പം അത് അത്രയും അതേ രീതിയിൽ ബോഡി സ്ട്രക്ചറോ നിറവോ ഉള്ള ആളുകളെ അത് എത്രയോ ആളുകളിലേക്ക് ഇത് എത്തുകയാണ്, അത്രയോ പേര് ഹേർട്ട് ചെയ്യാണ്. നിങ്ങൾ ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇമാതിരി കോപ്രായം കാണിക്കുമ്പോൾ ഇതുപോലുള്ള കുറേ ആൾക്കാർ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കലാകാരനാണെങ്കിൽ എല്ലാവരും ഈക്വലി മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ലാതെ ബോഡി ഷേമിങ് കണ്ടാൽ കുറച്ച് പേര് ചിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്ന് മനസ്സിലാക്കുകയല്ല വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സാണ് കൂടുക. നിങ്ങൾ ഈ ബോഡി ഷേമിങ് കോമഡികൾ തന്നെ ചെയ്യുമ്പോൾ തലക്ക് മോളെയുള്ള കുറേ ആളുകളുണ്ട് ഇത് എല്ലാത്തതും. അതായത് ഞാൻ പറഞ്ഞ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ കാരണം ഞാൻ മെലിഞ്ഞ ഒരാളാണ്. അപ്പം മെലിഞ്ഞ ഒരാളെ കളിയാക്കുമ്പോൾ എനിക്ക് ഹേർട്ടാവും. ചിലപ്പോൾ തടിച്ച ഒരാളെ കളിയാക്കുമ്പോൾ വേറെ തടിച്ച കുറേ ആൾക്കാരാണ് അവർക്ക് ഹേർട്ടാവുന്നതായിരിക്കും. ഇതിലൊന്നും പെടാത്ത ബുദ്ധിയുള്ള ആൾക്കാർ വരെ ഇതിനെ എതിർക്കും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാണ് മഞ്ജു പിള്ളയാണോ എന്താണെന്ന് എനിക്ക് മഞ്ജു പിള്ള വേറെയാണ്. മഞ്ജു കറക്റ്റായിട്ട് പറഞ്ഞു. മഞ്ജു എന്ന് തന്നെയാണ് തോന്നുന്നത് ആക്ട്രസിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും പുള്ളിക്കാരി കൊടുത്ത മറുപടി
കറക്റ്റായിരുന്നു. ഇത് തന്നെ എല്ലാവരും ഈ ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത്. അതിന് പുള്ളിക്കാർ എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ്, ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ല് പൊട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ ആ പയ്യന് വരുന്ന ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന് യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേർ കേട്ടല്ലോ. അതാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ പറഞ്ഞത്. വേറൊരു പയ്യൻ്റെ അനുഭവം കൂട്ടിച്ചേർത്താ പറയുന്നത്. അതായത് പല്ല് പൊങ്ങിയ ഒരു പയ്യൻ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, അവൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നത് കാരണം ചില്ല് പൊട്ടിപ്പോകുന്നുള്ളൊരു ചെറിയ കോമഡി ഒരു ക്രൗഡിനിടയിൽ അടിച്ചപ്പോൾ ആ പയ്യനും ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ ഉള്ളിൽ കരയാണ്, അവൻ്റെ കണ്ണിൽ കണ്ണീര് പൊടിയുന്ന കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. വേറെ അനുഭവങ്ങളൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. അതെത്ര വിഷമമുള്ള കാര്യമാണ്. ഇപ്പം മനസ്സിലായില്ല, ഒരു ആൾ കൂടിയിരിക്കുമ്പം തന്നെ ഇങ്ങനെയുള്ള കോമഡികൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു TV ചാനലിൽ റെപ്രസെൻ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ കാണുന്ന ഷോയിൽ ഇങ്ങനെ പറയുമ്പം അതേ ബോഡി സ്ട്രക്ചറോ അതേപോലെ എന്തെങ്കിലും പ്രശ്നമുള്ളത് അല്ലെങ്കിൽ അതേപോലെ ഒരു ഫിസിക്കുള്ള ഒരാൾ അത് കാണുമ്പം എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അതൊക്കെ മാറ്റണം. മാറിയ സിനിമകൾ കാണുക, മാറിയ കോമഡി രീതികളൊക്കെ കണ്ടിട്ട് ബിനു അടിമാലി ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കാതെ ബിനു അടിമാലി കിടന്നിങ്ങനെ മെഴുകുവാണ്. പറഞ്ഞതിലേ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എത്രയൊക്കെ പറഞ്ഞാലും പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബിനു അടിമാലി അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതൊരു കോമഡി പ്രോഗ്രാം ധർമ്മജനും പിഷാരടി നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും പിഷാരടി അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരടിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം മാത്രമാണ്. ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല, സമൂഹത്തിലല്ല പറയണേ. അതൊരു സ്റ്റേജ് സ്റ്റോറിയുടെ വിജയമായിട്ടാണ് പറഞ്ഞത്. പിഷാരടി കണ്ടല്ലോ, പുള്ളി ഇത്രയും അവരുടെ കൂടെയുള്ളൊരു കൊളീഗ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി പറയാ ഒരു ഷോയിൽ ധർമ്മജനും പിഷാരടി ധർമ്മജനെ കളിയാക്കുമ്പോൾ ധർമ്മജന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം? ധർമ്മജനെ ബോഡി ഷെയിം ചെയ്യുമ്പം ഏത് തരത്തിലുള്ള ബോഡി ഷെയിമിങ് ആണോ ചെയ്യുന്നത് ആ ബോഡി സ്ട്രക്ചറിലോ ഫിസിക്കലോ ഉള്ള ഒരാൾക്ക് ആ വിഷമാവും. അതൊരു ഷോ ചെയ്യുമ്പം അല്ലെ TV ഷോ ആണോ, സോഷ്യൽ മീഡിയ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണോ, സ്റ്റേജ് ഷോ ആണോ, ഒന്നുമില്ല. ബിനു അടിമാലി എന്ത് ചെയ്താലും പ്രശ്നമാണ്. ആ ചിന്തയോടെ വേണം ചെയ്യണം. അങ്ങനെ അല്ലാണ്ട് ചെയ്യുന്ന എത്ര മലയാള സിനിമകൾ തന്നെയുണ്ട് ഇപ്പോഴും. ഇപ്പം മാറി എത്ര നല്ല കോമഡി സിനിമകൾ വന്ന് അതൊക്കെ എടുത്ത് വെച്ച് കണ്ടുകൂടെ ചേട്ടാ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എത്ര കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. എന്തായാലും ബിനു അടിമാലിനോട് എനിക്ക് പറയാനുള്ളത് 2023 കഴിഞ്ഞു, 2024 വന്നു. അടുത്ത ന്യൂ ഇയർ മുതലെങ്കിലും 2024 ഞങ്ങളുള്ളത് എന്നുള്ള ബോധത്തിൽ ഷോവും സ്റ്റാർ മാജിക്കും സിനിമകളൊക്കെ ചെയ്യുമ്പോൾ കോമഡി ഷോ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നിലവാരം പുലർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശ്രമിക്കുക. ബോഡി ഷേമിങ് പരിപാടികളൊക്കെ ഒഴിവാക്കി 2024 വരുന്ന നിലവാരത്തിലുള്ള കോമഡികൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതില്ലെങ്കിൽ നേരത്തെ അവതാരകൻ ചോദിച്ചപ്പോൾ ഇത്രയും വളഞ്ഞുറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ടാവല്ലോ, ട്രോൾ ചെയ്തപ്പോൾ വന്ന വിഷമങ്ങളും കലാകാരനാണെന്നൊക്കെ. ഇനി എത്ര വലിയ കലാകാരനാണല്ലോ, എത്ര ഹൈറ്റ്സിലെത്തിയാലും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2024 അല്ല 2080 ബിനു അടിമാലി എയറിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സിനിമ ഷോ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇപ്പോൾ എയറിലായത്. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഇത് ന്യായീകരിക്കുമ്പോൾ എയറിലായില്ലേ, അത് ഓർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും കൂടി.